ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 17ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഇന്ന്. വെർച്വൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രിക്കൊപ്പം അധ്യക്ഷത വഹിക്കും. 10 മേഖലകളിൽ ഉൽപാദനാധിഷ്ഠിത പ്രോത്സാഹന പദ്ധതി ഏർപ്പെടുത്തുന്നത് രാജ്യത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകമ്പനം ആഗിരണം ചെയ്യുന്ന റെയിൽപാതകളുടെ നിർമ്മാണം രാജ്യത്താദ്യമായി മുംബൈയിൽ ആരംഭിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93%ത്തിലേക്ക്. കേരളത്തിൽ 7252 പേർക്ക് ഇന്നലെ രോഗമുക്തി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രികകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. വാർത്തകൾ വിശദമായി. 17ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രി എൻഗുയേൻ ഷുവാൻ ഫൂക്കിനൊപ്പം ഇന്ന് അധ്യക്ഷത വഹിക്കും. ആസിയാനിലെ 10 അംഗരാജ്യങ്ങളുടെയും നേതാക്കൾ വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സ്ഥിതിഗതി ഉച്ചകോടി വിലയിരുത്തും. പരസ്പര ബന്ധം, സമുദ്രരംഗത്തെ സഹകരണം, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിലുള്ള പുരോഗതിയും ചർച്ച ചെയ്യും. ഇടപാടുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ആസിയാൻ കർമ്മ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കും. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക വീണ്ടെടുക്കലും സുപ്രധാന പ്രാദേശിക അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയാകും. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതമായ ഇടപെടലിനുള്ള അവസരമാണ് ഉച്ചകോടി ഒരുക്കുന്നത്. 10 മേഖലകളിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതി ഏർപ്പെടുത്തുന്നത് രാജ്യത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ വിവരങ്ങളുമായി സീന ആന്റണി. ടെലികോം, നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ, മരുന്ന്, ഓട്ടോമൊബൈൽ ഘടകങ്ങൾ, തുണിത്തരങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയിലൂടെ ഉൽപാദനം വർദ്ധിക്കുകയും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ പദ്ധതി ഗുണകരമാണ്. സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാനും ഇത് പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ഉൽപാദകർക്ക് ആഗോളതലത്തിൽ മത്സരിക്കാനാകും. പ്രധാന രംഗങ്ങളിൽ നിക്ഷേപം ആകർഷിക്കാനും മികച്ച സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനും കഴിയും. കാര്യക്ഷമതയും കയറ്റുമതിയും വർദ്ധിക്കും. ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യ സുപ്രധാന കണ്ണിയായും മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബഹ്റിൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. തന്റെ ചിന്തകളും പ്രാർത്ഥനയും ബഹ്റിൻ രാജാവിനും രാജകുടുംബത്തിനും ജനങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രകമ്പനം ആഗിരണം ചെയ്യുന്ന റെയിൽപാതകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണം രാജ്യത്താദ്യമായി മുംബൈയിൽ ആരംഭിച്ചു. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് കൊളാള ബാന്ദ്ര സീപ്സ് മെട്രോ ലൈൻ 3-ൽ ഇത്തരം റെയിൽപാത സ്ഥാപിക്കുന്നത്. 22 വൈബ്രേഷൻ ഡെസിബൽ വരെയുള്ള പ്രകമ്പനങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി ഈ റെയിൽപാതകൾക്കുണ്ട്. നിരവധി പൈതൃക സമുച്ചയങ്ങളും പഴയ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങി ജനസാന്ദ്രത വളരെയധികമുള്ള ചേരികളുമുള്ള മുംബൈ പോലുള്ള നഗരത്തിന് ഈ റെയിൽപാത കൂടുതൽ സുരക്ഷയൊരുക്കും. ജയിൽ പുള്ളികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ നൽകിയതിന് മഹാരാഷ്ട്രയിലെ അലിബാഗ് ജയിലിലെ 2 കോൺസ്റ്റബിൾമാരെ സസ്പെൻഡ് ചെയ്തു. റിപ്പബ്ലിക് ടിവി ചീഫ് എഡിറ്റർ അർണബ് ഗോസ്വാമിക്ക് ഇവർ ഫോൺ നൽകിയോ എന്ന് കണ്ടെത്താനും അധികൃതർ അന്വേഷണം നടത്തുകയാണ്. ഫോൺ അനുവദനീയമായതിലും കൂടുതൽ സമയം ഉപയോഗിച്ചത് കണ്ടെത്തിയതിനെ തുടർന്ന് അലിബാഗ് ജയിലിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ അർണബ് ഗോസ്വാമിയെ തലോജ ജയിലിലേക്ക് മാറ്റിയിരുന്നു. നികുതി വെട്ടിപ്പ് കേസിൽ മുംബൈയിലെ വിവിധ സ്വകാര്യ കമ്പനികളുടെ 4 മുതിർന്ന ഉദ്യോഗസ്ഥരെ ജിഎസ്ടി ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തു. 408 കോടി രൂപയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വ്യാജമായി സമ്പാദിച്ചതായാണ് കണ്ടെത്തിയത്. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്നലെ 7007 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നതാണ്. 6152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 717 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7252 പേരുടെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായി. 29 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 92.79% ഉയർന്നു. 24 മണിക്കൂറിനിടെ 50,000-ത്തിലധികം പേർക്ക് രോഗം ഭേദമായി. കോവിഡ് മുക്തരുടെ ആകെ എണ്ണം 80 ലക്ഷം പിന്നിടുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
നിലവിൽ 4,94,657 പേരാണ് ചികിത്സയിലുള്ളത്. മരണസംഖ്യ 1,27,571. 1.48% ഇന്ത്യയിൽ മരണനിരക്ക്. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 7.5 ലക്ഷം കടന്നു. ഇപ്പോൾ ചികിത്സയിലുള്ളത് 18,655 പേരാണ്. 24 മണിക്കൂറിനിടെ 2,184 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇതിൽ 571 പേർ ചെന്നൈയിലുള്ളവരാണ്. 28 മരണം കൂടി കോവിഡ് ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. അതേസമയം തമിഴ്നാട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ തുടങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഒരു റിപ്പോർട്ട്. കോവിഡ് പ്രതിരോധത്തിന് ആഗോളതലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെയും വികസ്വര രാഷ്ട്രങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന നൽകുന്ന പിന്തുണയെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. അതേസമയം ഈ സാഹചര്യത്തിലും മറ്റ് രോഗങ്ങൾക്കെതിരായ നടപടികളിൽ പിന്നാക്കം പോകരുതെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ലോകാരോഗ്യ സംഘടനയും ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനവും തമ്മിലുള്ള ശക്തമായ സഹകരണം ടെഡ്രോസ് അഥാനം ഗബ്രിയേസ് ഊന്നി പറഞ്ഞു. ഇന്ത്യയിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെയും ക്ഷയരോഗത്തിനെതിരെയുള്ള നടപടികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ആഗോള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിൽ ഇന്ത്യയ്ക്ക് സുപ്രധാന പങ്കാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പരമ്പരാഗത മരുന്നുകൾ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇരുവരും സംസാരിച്ചു. പരമ്പരാഗത മരുന്നുകൾ ഉപയോഗിക്കാനായി ഗവേഷണം, പരിശീലനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നുണ്ടെന്ന് ടെഡ്രോസ് അഥാനം വ്യക്തമാക്കി. നാളെ ഇന്ത്യയിൽ ആയുർവേദ ദിനം ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രി എടുത്തുകാട്ടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന പ്രവർത്തനങ്ങളെയും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ പ്രകീർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആഗോളതലത്തിൽ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 51.25 ദശലക്ഷം കവിഞ്ഞു. പസഫിക് ദ്വീപരാഷ്ട്രമായ വനാതുവിൽ ആദ്യ കോവിഡ് കേസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിൽ പുതുതായി 1,36,000 പേർക്കുകൂടി രോഗം ബാധിച്ചു. മരണസംഖ്യ 50,000 കടക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായി ബ്രിട്ടൻ. അതേസമയം 300 ദശലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ ഫൈസർ, ബയോൺടെക് കമ്പനികളുമായി കരാർ ഒപ്പിട്ടതായി യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഡിസംബർ 8, 10, 14 തീയതികളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി. ഭാസ്കരൻ അറിയിച്ചു. ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാം. അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ മുന്നിലാണ് പത്രിക നൽകേണ്ടത്. അവധി ദിവസങ്ങളിലൊഴികെ രാവിലെ 11നും ഉച്ചയ്ക്ക് 3നും ഇടയ്ക്കുള്ള സമയത്താണ് പത്രിക സമർപ്പിക്കേണ്ടത്. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി നവംബർ 19 കോഴിക്കോട് ജില്ലയിലെ ബീച്ചുകളിൽ ഇന്നു മുതൽ നിയന്ത്രണങ്ങളോടെ പ്രവേശനത്തിന് ജില്ലാ കളക്ടർ അനുമതി നൽകി. പ്രവേശന കവാടത്തിൽ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം. ആഭ്യന്തര വിനോദസഞ്ചാരികൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിമാനമാർഗമുള്ള ചരക്ക് കടത്തിന് 50% സബ്സിഡി ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം ഏർപ്പെടുത്തി. ഇതിലൂടെ 41 പഴം, പച്ചക്കറി ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ വ്യോമമാർഗം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിക്കാനാകും. ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഓപ്പറേഷൻ ഗ്രീൻ സ്കീം ടോപ്പ് ടു ടോട്ടൽ പ്രകാരമാണ് നടപടി. വാംകോ ചുഴലിക്കാറ്റ് എത്തുന്നതിന് മുന്നോടിയായി ഫിലിപ്പീൻസിന്റെ കിഴക്കൻ തീരത്ത് നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. ഇന്ന് വൈകിട്ടോടെ കാറ്റ് 255 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഫിലിപ്പീൻസിൽ ഈ വർഷം 21ാമത്തെ ചുഴലിക്കാറ്റാണ് വാംകോ. മ്യാൻമറിൽ ഞായറാഴ്ച നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി വിജയത്തിലേക്ക്. പ്രാഥമിക ഫലസൂചനയനുസരിച്ച് 400ഓളം സീറ്റുകൾ എൻഎൽഡിക്കാണ്. പ്രതിപക്ഷ കക്ഷിയായ യുഎസ്ഡിപിക്ക് 21 സീറ്റ് മാത്രമാണുള്ളത്. 2015ലെ തെരഞ്ഞെടുപ്പിൽ യുഎസ്ഡിപി 41 സീറ്റ് നേടിയിരുന്നു. കാർബൺ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ കൂടുതൽ വേഗത്തിലുള്ള നടപടികൾ ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി അന്റോണിയോ ഗുട്ടറസ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ലോകം ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഇന്ന്. വെർച്വൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രിക്കൊപ്പം അധ്യക്ഷത വഹിക്കും. 10 മേഖലകളിൽ ഉൽപാദനാധിഷ്ഠിത പ്രോത്സാഹന പദ്ധതി ഏർപ്പെടുത്തുന്നത് രാജ്യത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകമ്പനം ആഗിരണം ചെയ്യുന്ന റെയിൽപാതകളുടെ നിർമ്മാണം രാജ്യത്താദ്യമായി മുംബൈയിൽ ആരംഭിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93%ലേക്ക്. കേരളത്തിൽ 7252 പേർക്ക് ഇന്നലെ രോഗമുക്തി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രികകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.